Hello. In the last class, we studied about the term symbols from D1 to D10 configuration and also the selection rules for the octahedral and tetrahedral complexes. Now we have studied about the Orgel diagrams. Before that, we should know about the splitting of spectral terms for DN configuration in an octahedral and tetrahedral complexes. ഓക്കെ, ഇനി സ്പ്ലിറ്റിംഗ് ടേംസ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേംസ് നമ്മൾ കണ്ടായിരുന്നു. ഇനി ഓരോ ടേമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ടേംസും കൂടിയുണ്ട്. ആ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ടേംസിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് മുള്ളിക്കൻ സിമ്പിൾ. ഇപ്പോൾ എസ് എന്ന് പറയുന്ന ടേമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, എസ് എന്ന് പറയുന്ന ടേമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓർബിറ്റൽ വാല്യൂ ഉണ്ട് 0. ഇനി അതിൻ്റെ ഓർബിറ്റൽ ഡീജനറസി അല്ലെങ്കിൽ ഓർബിറ്റൽ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 2l+1 എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 2 × 0 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതായത് എസ്സിന് ഒരേ ഒരു ഡീജനറേറ്റ് സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ, അതാണ് A1. ഇനി പി എന്ന് പറയുന്ന ടേമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഓർബിറ്റൽ വാല്യൂ 1, അതിൻ്റെ ഓർബിറ്റൽ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 3. അതെങ്ങനെ കിട്ടുന്നത്? 2 × 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ദാറ്റ് ഈസ് the term is triply degenerate. ഡീജനറസി ട്രിപ്ലി ആണ്. നമുക്ക് കിട്ടുന്ന ടേം എന്ന് പറയുന്നത് T1. For P we get T1 as the Mulliken symbol. Then for D, orbital value is 2 and its orbital multiplicity is 5. We get the Mulliken symbols E and T2. We know that E is doubly degenerate. So 2 + 3. T is the triply degenerate. 2 + 3 that is 5. So it is its degeneracy is 5. And for F we get 7 as the orbital degeneracy and its Mulliken symbols are A2, T1, T2. That is A1 + 3 + 3 that is 7. And for G we get 9 as the orbital degeneracy and its Mulliken terms, splitting terms are A1, E, T1, T2. So these are the Mulliken symbols of the terms S, P, D, F and G. And we know that A is non-degenerate and E is doubly degenerate and T is triply degenerate. Next is splitting of free ion spectroscopic terms by a cubic crystal field. നമ്മളൊരു ക്യൂബിക് ക്രിസ്റ്റൽ ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രീ അയോൺ ടേംസ് എങ്ങനെയാണ് സ്പ്ലിറ്റപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ എസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, സ്പ്ലിറ്റ് ചെയ്യില്ല. അതിൻ്റെ മുള്ളിക്കൻ ടേം എന്ന് പറയുന്നത് A1. പി എന്ന് പറയുന്നതിൻ്റെ മുള്ളിക്കൻ ടേം ക്യൂബിക് ക്രിസ്റ്റൽ ഫീൽഡിൽ പി എന്ന് പറയുന്നത് T1 ആയിട്ടാണ് നിൽക്കുന്നത്. അതിന് സ്പ്ലിറ്റപ്പ് ഒന്നും നടക്കില്ല. ഇനി ഡി എന്ന് പറയുന്ന ടേം എടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ സ്പ്ലിറ്റപ്പ് ഇൻ ടു 2 ദാറ്റ് ഈസ് T2 ആൻഡ് E. ആൻഡ് ഫോർ എഫ് വി ഗെറ്റ് T1, T2 ആൻഡ് A2. And if it is G we get A, E, T1, T2. So these are the splitting of free ion spectroscopic terms by a cubic crystal field. And we notice that T1, T2, A2, here we can write G
if it is an octahedral complex. And if it is tetrahedral complex, we can avoid G. Gerard terms can avoid, because we know that octahedral fields are symmetrical. So we can write Gerard terms. Whereas tetrahedral fields are unsymmetrical, so we can avoid G terms. Next, we should note that the splitting of D and F terms under the influence of a cubic crystal field is not always as same as above. It may be inverted in octahedral or tetrahedral. That is, നമ്മളിപ്പോൾ എഫ് ടേമും ഡി ടേമും ഒക്കെ കണ്ടായിരുന്നു സ്പ്ലിറ്റിംഗ് പാറ്റേൺ ഈ രീതിയിൽ വരുന്നു എന്ന് പറഞ്ഞു. ഇനി ചില കേസുകളിൽ സ്പ്ലിറ്റിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് A2-ന് ലോവസ്റ്റ് എനർജി, പിന്നെ T2, പിന്നെ T1 അങ്ങനെ വരാം. അതിനുള്ള റീസൺ അല്ല, അത് ഏതെല്ലാം കേസുകളിലാണ് അങ്ങനെ വരുന്നതെന്നുള്ളത് നമ്മൾ പിന്നീട് കാണും. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ ഓർഡറിൽ തന്നെ ആകണം എന്നില്ല ടേംസുകളുടെ അറേഞ്ച്മെൻറ്റ്. ഡിക്കും എഫിനും ഒക്കെ ടേംസ് ഇൻവെർട്ടഡ് ആവാം. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒക്ടാഹെഡ്രലിനെയും ടെട്രാഹെഡ്രലിനെയും ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ഒക്ടാഹെഡ്രലിൽ T1 ലോവസ്റ്റ് എനർജി ആണ് എങ്കിൽ ടെട്രാഹെഡ്രൽ വരുമ്പോൾ A2-നാവും ലോവസ്റ്റ് എനർജി. അത് നമുക്ക് അടുത്ത കേസുകളിൽ കാണാൻ സാധിക്കും. ഇനി നമ്മൾ അറിയേണ്ടത് ഇലക്ട്രോണിക് സ്പെക്ട്രം ഓഫ് ഹൈ സ്പിൻ കോംപ്ലക്സസ് അല്ലെങ്കിൽ വേക്ക്ഫീൽഡ് ലിഗാൻഡ്സിൻ്റെ ഇലക്ട്രോണിക് സ്പെക്ട്രത്തെക്കുറിച്ചാണ് അറിയേണ്ടത്. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ അല്ലെങ്കിൽ ടെട്രാഹെഡ്രൽ കോംപ്ലക്സിലൊക്കെ വരുമ്പോൾ എന്താണ് ഇലക്ട്രോണിക് സ്പെക്ട്രം എന്നുള്ളതാണ്. ഓരോ കോൺഫിഗറേഷൻ്റെയും ഇലക്ട്രോണിക് സ്പെക്ട്രം എന്തായിരിക്കണം എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കാം. ഇപ്പോൾ D1 ആണ് നമ്മളുടെ കോൺഫിഗറേഷൻ എങ്കിൽ we already know its ground term is 2D. So we can write the graph like this. In x-axis ligand field strength, y-axis energy. The term D will split up into 2, we already know. So this is for octahedral complex. The lowest energy term is 2T2G and highest energy term is 2EG. So we get one type of transition occurs and we get only one spectrum. That is, the transition is from 2T2G to EG. 2T2G to EG. If we draw the spectrum, we can write in x-axis the wave number and y-axis the absorbance. So here we get only one spectral line. And if we take D2 as the electronic configuration, then the ground term is 3F. The possible term symbols are 1D, 3F, 1G, 1S. We already know. But the ground term is 3F. So we can write the transition as, for F term, that will split up into 3. That will split up into 3. But the spectrum is not like this. This is some wrong. The spectrum is like this. Lowest energy term is 3T1G, 3T2G, 3T1G from P, then 3A2G from F. Here we can occur a term crossover. And the transition occurs are, the lowest transition is from 3T1G to 3T2G, then 3T1G to 3T1GP. Then next transition, higher transition is 3T1G to 3A2G. So here we get 3 transitions. So we have 3 spectral lines. Then next is
D3 configuration. We know that the energy term is, ground term is 4F, and that will split up into 4F split into 3, and P will not split but can write like this. And here we can see that a curve like, a little bit of curve like structure is there. This is because the two terms of same multiplicity is there. This is from F and this is from P, but these are same terms, so they get repelled and a little bit of curve like structure occur. Here also we get three type of transition. The lowest one is from 4A2G to 4T2G, then 4A2G to 4T1G, then 4A2G to 4T1GP. This is the spectrum of this transition. Here we get three spectral lines. Next is D4 configuration. Ground term is 5D. D will split up into 2 and we get one type of transition. The spectrum is this. And for D5 configuration, the term will not split. 6S is the ground term that will not split. That is, there is no DD transition occur in D5. And in D6, 5D is the ground term, so it will split up into 2. Only one type of transition occur. This is the spectrum. And next is D7. 4F is the ground term. We know that 4F and 4P will take because of the same multiplicity term. And here we can see that a term crossover occur, that is a crossing occur because of different multiplicity. And here the F term will split up into 3 and P term is drawn like this. And the first transition is from 4T1G to 4T2G, second one 4T1G to 4T1GP, third one is 4T1G to 4A2G. This is a spectrum. We get three spectral lines. And next is D8 configuration. D8 configuration, 3F as the ground term, and we get the spectrum, we get the transition like this. Here also a little bit of curve structure because of these two terms are same, so there is a repulsion occurs, so a curve like structure is there. And the transition is from 3A2G to 3T2G, lowest transition, then next higher 3T2G to 3T1G, then the next higher is 3T2G to 3T1GP, and this is a spectrum. So here also we get three spectral lines. Next is D9 configuration. D9 configuration has 2D as the ground term, so will split up into 2. D term will split up into 2 and we get one type of transition. Then next is D10, that will not split. Here no DD transition occur. Then next is, we noted that D0 is equal to D10. The spectrum of D0 is equal to D10 and D1 is equal to D9 but inverted form. That is, if D1 has lowest energy term is 2T2G and highest term is 2EG, and for D9 its inverted form, that is 2EG is the lowest term and 2T2G as the highest in energy. And for D2 and D8 are equal structure, equal as a graph, but its inverted form.
that is D8 has inverted of D2, and D3 and D7 has the same pattern but inverted form. D4 and D6 has same pattern but the inverted form. Next is tetrahedral complexes of high spin. For D1, the ground term is 2D, we already know, but here we can see that the lowest energy term is 2E. Here we don't write G Gerard term because of unsymmetrical structure of tetrahedral complexes. So lowest term is 2, energy term is 2E, highest is 2D2. But in the case of octahedral complex, lowest energy term is 2D2G and highest term is 2EG. And in the case of D9, the inverted figure of this one. So we get 2T2 as the lowest and 2EG as the highest one. And D2 configuration has the graph like this, and D8 has the graph like this. Here notice that these are two terms of same multiplicity but from F, and this is from P. So there is a there is an repulsion occurs, so there is a curve like structure. Here different terms of multiplicity, different terms, but multiplicity is same but different terms, so they can interact and a crossover occurs. So D2 has the graph like this, but its inverted form is D8. Then next D3 has the graph like this, and D7 has the graph like this. Lowest energy term is 4A2. Here lowest energy term is 4T1. And D4 and D6, 5D as the ground term for D4 and D6. Here only one transition. D4 has 5T2 as the lowest term, but its inverted form is D6, so 5E as the lowest term. Then the Orgel diagram. Orgel diagram is useful to calculate the number of spectral transitions. It is only applicable for high spin complexes. Even if octahedral or tetrahedral, it can applicable for only high spin complexes. The electronic transition will be taken place for two terms of same multiplicity. We already know the selection rule, so the electronic transition will be taken place for two terms of same multiplicity. Then we can draw the Orgel diagram of D1, D4, D6 and D9 complexes. This is the Orgel diagram. Ground term is D. Here we don't write any multiplicity. For D1, we know that it is 2D as the ground term, and D6 we know that ground term is for D6. The ground term is, what will be the ground term? 5D. So 2D for D1 and 5D for D6. Anyway, we can write D as the term. And for D1, D6 tetrahedral, the lowest energy term is EG and highest energy term is T2G. And for octahedral, D1, D6, lowest energy term is T2G and highest energy term is EG. And in the case of tetrahedral, we should not write E terms. We only write E and T2. Not write G terms. We only write E and T2. If we write octahedral complexes, we can include Gerard terms.
And D4 and D9 octahedral complexes, this is the orgal diagram. And D4 and D9 tetrahedral complexes, this is the orgal diagram, but we shouldn't write Gerard terms. But this is the generalized orgal diagram for D1, D4, D6 and D9 complexes. Next is the orgal diagram for D2, D3, D7 and D8 complexes. We know that these have F and P terms, but we shouldn't write any multiplicity. Generally we can write F term is for D2, D7 octahedral complexes. The lowest term is T1G. And D3, D8 tetrahedral complexes, the lowest term is T1G. And for D3, D8 octahedral complexes, the lowest term is A2G. And D2, D7 tetrahedral complexes, lowest term is A2. Here also we can get three type of transition. If we draw the transition, we get three type of transitions. Orgal diagram is only applicable for weak field limit. We already know. At high field strength, what happens? The term crossover will occur. So sometimes the lower ground state term may be on the higher energy level. That is why in Tanabe-Sugano diagram we included the stronger field strength, that is low field strength. So in that cases term crossover occurs and the term which is lower in energy will become higher in energy. Otherwise the term which is higher in energy will become lower in energy. That will all occur in the Tanabe-Sugano diagram. Low spin complexes. As the field strength increases, we get low spin complexes. Good. In strong field limit, there is a change of ground state term for complexes. That's the one point we should remember. In strong field limit, there is a change of ground state term for some complexes. This will occur in the Tanabe-Sugano diagram. Then in Tanabe-Sugano diagram, the structure will be complicated because all the terms will be included in that structure. But in orgal diagram, we only take the spin of same multiplicity terms. Spin of same multiplicity terms only will taken. But in Tanabe-Sugano, all the terms all the possible terms are included in Tanabe-Sugano diagram. Then next, sometimes this type of questions may be asked. In some cases, instead of 3 lines, only 2 lines appear. What is the reason? This is because the third line is appear at the higher frequency. That is, as the field strength increases from left to right, if we consider the transition, this will be transition of lower energy, and after that the transition from this to is appear at higher frequency, and this appear at very high frequency. So this will have a small intensity. So this can be masked. This line, this transition can be masked. So we get only 2 lines. So sometimes this type of questions may be asked. Why we can appear only 2 lines instead of 3 lines? The reason is that because third line is appear at the higher frequency with a small intensity, where so much number of allowed and forbidden transition takes place. നമ്മൾ ഫീൽഡ് സ്ട്രെങ്ത് കൂടുന്തോറും
നമുക്ക് ലോ ഫീൽഡ് സ്ട്രെങ്ത്തിലാണെങ്കിൽ നമുക്ക് ഹൈ സ്പിൻ കോംപ്ലക്സസ് നമുക്ക് യൂസ് ചെയ്യാം. അതേസമയം ഫീൽഡ് സ്ട്രെങ്ത് കൂടുന്തോറും നമുക്ക് ലോ സ്പിൻ കോംപ്ലക്സസ് ആണ് നമുക്ക് വരുന്നത്. ആ ലോ സ്പിൻ കോംപ്ലക്സിൻ്റെ കേസിൽ നമ്മൾ ഈ ഓർഗൽ ഡയഗ്രത്തിൻ്റെ കേസിൽ നമുക്ക് അത്തരം പ്രോബ്ലം വരുന്നില്ല. അതേസമയം തനാബെ സുഗാനോ ഡയഗ്രാം പോലുള്ള കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചേഴ്സൊക്കെ എടുക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമുക്ക് 3 ലൈനിന് പകരം 2 സ്പെക്ട്രൽ ലൈനേ കിട്ടുന്നുള്ളൂ എന്നുള്ള റീസൺ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റ് ഹയർ ഫ്രീക്വൻസിയിൽ സ്മോൾ ഇൻറ്റൻസിറ്റി ആയതുകൊണ്ട് നമുക്ക് ഒരു ലൈൻ മാസ്ക് ചെയ്യപ്പെടും, ഒരു സ്പെക്ട്രൽ ലൈൻ മാസ്ക് ചെയ്യപ്പെടും. കാരണം ആ ഒരു റേഞ്ചിൽ ഫീൽഡ് സ്ട്രെങ്ത് കൂടുന്തോറും ആ ഒരു റേഞ്ചിൽ ധാരാളം ഫോർബിഡൻ ട്രാൻസിഷനും അലൗഡ് ട്രാൻസിഷനും ഒക്കെ കയറി വരും. അപ്പോൾ സ്ട്രക്ചർ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ അത്തരം സമയത്ത് നമുക്ക് 2 ട്രാൻസിഷൻ മാത്രമേ ഒക്കർ ചെയ്യുള്ളൂ. ഒരു ട്രാൻസിഷൻ മാസ്ക് ചെയ്യപ്പെടും. ഇതാണ് അതിൻ്റെ റീസൺ. താങ്ക് യു.